ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രേണുസുതിയുടെ നാടകം എന്ന് തന്നെ പറയാം, നാടകം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച ദിവസം മാത്രമാണ് രേണുസുതിക്ക് ഈ ഋതപ്പനെയും ഈ പറയുന്ന കിച്ചുവിനെയും സുതിയെയും ഒക്കെ ഓർമ്മ വരുന്ന ദിവസം. എന്താണെന്ന് വെച്ചാൽ അന്നാണ് നോമിനേഷൻ, എവിക്ഷനായി പോകേണ്ടവരുടെ നോമിനേഷൻ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കഴിഞ്ഞ നോമിനേഷനിൽ ഇല്ലായിരുന്നു, ആ ആഴ്ച ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഓക്കെ, അതിന് മുമ്പുള്ള ആഴ്ചയിൽ ഉണ്ടായിരുന്നു, ആ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. ആ സമയത്ത് മാത്രം ഇങ്ങനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുസുതി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ആഴ്ച. ഞാൻ കഴിഞ്ഞ വീഡിയോ, നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അതിലും പറഞ്ഞിരുന്നു ഇന്ന് എന്തായാലും ഒരു നാടകം ഉണ്ടാകും എന്നുള്ളത്. എന്നുവെച്ചാൽ നോമിനേഷൻ ദിവസങ്ങളിൽ മാത്രം, തിങ്കളാഴ്ച മാത്രം വരുന്ന ഒരു സൈസ് അസുഖമാണിത്. എല്ലാവരും പറയും കണ്ണീച്ചോര ഇല്ലയോ, ഒരമ്മയല്ലേ എന്നൊക്കെ പറയും. ശരിയാണ്, അമ്മയാണ്, മക്കളെ കാണാൻ തോന്നും, വിഷമം ഉണ്ടാവും, ഇതൊന്നും ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിനിടയിൽ കൂടി നാടകം കളിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ നാടകം എന്ന് പറയുന്നത്. ഇപ്പൊ പിള്ളേരെ കാണാതിരിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഋതപ്പനെ കാണാതിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു വിഷമമുണ്ടാവും. അതെല്ലാം അമ്മമാർക്കും ഉണ്ടാവും മക്കളെ കാണാതിരിക്കുമ്പോൾ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അവിടെയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം ഇതുപോലെ മക്കളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും ഉള്ളവരാണ് അവിടെ. അവര് ഇതെല്ലാം സ്ട്രഗിൾ ചെയ്ത് അവിടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് എവിടെയെങ്കിലും ജീവിതത്തിൽ എത്തിപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് ഈ ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ച് അറിയാം. അവിടെ വന്നു കഴിയുമ്പം അവർക്ക് കുറച്ച് ഇത് കിട്ടും, ആൾക്കാർ പലരും അറിയപ്പെടും, അങ്ങനെ അവർക്ക് എവിടെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ള വിചാരിച്ചിട്ടാണ് അവരെല്ലാം വന്ന് അവിടെ ഗെയിം കളിക്കുന്നത്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട്, അവർക്കും വിഷമമില്ലെന്ന് പറയുന്നില്ല, വിഷമമുണ്ട്. പക്ഷേ രേണുസുതി കരയുമ്പോൾ മാത്രം അത് ഒരു അമ്മയുടെ വേദനയും എല്ലാം. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും, അവിടെ കളിക്കുന്ന ലേഡീസിനൊന്നും അമ്മയും മക്കളും അമ്മയൊന്നും അല്ലേ. അവിടെ കളിക്കുന്ന പലരും അമ്മമാരാണ്, കൊച്ചു കുട്ടികളുള്ളവരുണ്ട്. അതുപോലെ അപ്പാനിശരത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. എന്നിട്ട് പോലും അവിടെ വന്നിരുന്ന് ഗെയിം കളിക്കുന്നില്ലേ? അവർക്ക് അവരുടേതായ വിഷമമുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നില്ല. അത് പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം. അപ്പൊ ഇത് നാടകമാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ പിള്ളേരെ കാണാനുള്ള വിഷമം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാനും കണ്ണിച്ചോരയില്ലാത്ത ആളൊന്നുമല്ല. തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിഷമത്തിന്റെ കൂടെ ഒരു ഗെയിമും കൂടെ കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് വിഷമത്തോടു കൂടിയാണ് രേണുസുതി കരയുന്നത്. അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, അതുപോലെ ഒരുമാതിരി ഡിപ്രഷൻ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത്, ഇനി അഥവാ ഇവരെ ഇത് കാണിക്കുന്നതെല്ലാം ഒറിജിനൽ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവരെ വീട്ടിൽ തന്നെ പറഞ്ഞു വിടണം. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവര് സഹായിച്ചവർക്കെല്ലാം പണി കൊടുത്തിട്ടേ ഉള്ളൂ, 8ന്റെ പണി കിട്ടിയിട്ടേ ഉള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് ബിഗ് ബോസിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അവിടെ ഇരുന്നു കൊണ്ട് ഇവരുടെ അസുഖം കുറച്ച് കൂടുതലാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ അവിടെ വരികയോ ചെയ്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ തലയിൽ തന്നെ ഇരിക്കും. അവസാനം പറയും, ഞാൻ ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞു, ബിഗ് ബോസ് എന്നെ ഇറക്കി വിട്ടില്ല എന്ന് പറയും. അത് ഭയങ്കര ഒരു ചർച്ചയ്ക്ക് വഴിവെക്കും. ഇപ്പം ഈ പറയുന്നവരെല്ലാം, നെഗറ്റീവ് പറഞ്ഞവരായിക്കോട്ടെ പോസിറ്റീവ് പറഞ്ഞവരുടെ, എല്ലാവരും ബിഗ് ബോസിനെതിരെ തിരിയും. അവസാനം ബിഗ് ബോസിന് 8ന്റെ പണി കിട്ടും. അതിലും നല്ലത് ബിഗ് ബോസ് ഇനി കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇറക്കി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൺഡേയില് ലാലേട്ടൻ വരുമ്പം ലാലേട്ടനെ ഇറക്കി വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോകണം എന്ന് പറയുന്ന സമയത്ത് നൈസായിട്ട് ഇറക്കി വിടുന്നതായിരിക്കും ബിഗ് ബോസിന് നല്ലത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്റെ മനസ്സിൽ ഇപ്പൊ സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല. ഞാൻ സത്യമായിട്ട് സുധിച്ചേട്ടനെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതാണ് എന്റെ ചിന്ത. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്റെ മനസ്സിൽ. കാരണം അങ്ങനെ ഏൽപ്പിച്ചിട്ട് വരുമ്പോഴാണ് എനിക്കൊരു ധൈര്യം ഇപ്പോഴും മനസ്സിൽ. ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്, പിള്ളേരുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഈ പറഞ്ഞത്? സുധി മരിച്ചുപോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ രേണുസുതിക്കും. ഇപ്പൊ പറയുമ്പോൾ വിചാരിക്കാൻ രേണുസുതിയുടെ മനസ്സിൽ നിന്ന് അത് കളയാത്തതുകൊണ്ട് രേണുസുതിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാമെന്ന്. അങ്ങനെയുള്ള ആൾ ഈ 4-5 ദിവസമൊക്കെ മാറി നിൽക്കുമ്പോൾ ഈ പിള്ളേരെ അവരുടെ അച്ഛനും അമ്മയും അല്ലേ നോക്കുന്നത്. അപ്പൊ സുധിച്ചേട്ടൻ ഇല്ലേ അവിടെ നോക്കാൻ? അതുപോലെ തന്നെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സുധിയുടെ പേര് ഉപയോഗിക്കുന്നത് ഗെയിമിന് വേണ്ടി മാത്രമാണ്. ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയില് ഈ കയറി പൊക്കഴിഞ്ഞതിന് ശേഷമുള്ള ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ പറയുന്ന രേണുസുതി കയറിപ്പോയതിനു ശേഷമുള്ള ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് വരുന്നത് വരെ ഈ 3 പേരുടെ പേര് അവിടെ ഉപയോഗിക്കും എന്നുള്ളത്. അന്ന് 19 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ 22 പേര് അവിടെ ഗെയിം കളിക്കാനുണ്ടെന്ന് ഞാൻ പ്രത്യേകം എന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി പറഞ്ഞ കാര്യവുമാണ്. ഇപ്പൊ നമുക്ക് വിഷമമില്ല, ഒരു അമ്മയാണ്, ഒരു വിഷമമില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ മാത്രം വരുന്ന ഒരു വിഷമം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലാലേട്ടൻ പൊക്കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് ഈ വിഷമം ഉണ്ടാകുന്നത്. നോമിനേഷനിൽ വന്നു. പിന്നെ ഈ ആഴ്ച മൊത്തം ഇനി ഇത് തന്നെ ആയിരിക്കും. ഈ ആഴ്ച നിങ്ങൾ നോക്കിയോ, എല്ലാ ദിവസവും ബിഗ് ബോസ് കാണിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു നാടകം ഉണ്ടാകും, 100% ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് അധികം ഇതിനെ വെച്ചോണ്ടിരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നന്നായിട്ട്
ഇവിടെ നിൽക്കാൻ തന്നെ ഞാൻ ഇന്ന് തൊട്ട് ഞാൻ ശ്രമിക്കും. ഇത്രയും ദിവസത്തെ പോലല്ല, ഇനി എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് മുതൽ ഞാൻ മെന്റലി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ തളരത്തില്ല, ഞാൻ പിടിച്ചു നിൽക്കും. എന്നെ തന്നെ ഞാൻ പാകപ്പെടുത്തുവാണ്. കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മളിത് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും ഇത് തന്നെയാണ് പറയാറ്. കൺസ്ട്രക്ഷൻ റൂമിൽ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതേ ഡയലോഗ് തന്നെയാണ് അടിക്കുന്നത്, വേറൊന്നുമില്ല. ഇതേ സെയിം ഡയലോഗ് റിപ്പീറ്റ്, ചില വേർഷനിൽ മാത്രം മാറ്റം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ, ഓരോ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മൊബൈൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം ചില വ്യത്യാസം വരും. 80.1, 80.2, 80.3 എന്നൊക്കെ വരുമല്ലോ, അതുപോലെ ഉള്ളൂ. ചില ചെറിയ മാറ്റങ്ങൾ മാത്രം ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ആദ്യം ചിലപ്പം പിള്ളേരുടെ പേരായിരിക്കും പറയുന്നത്, പിന്നെ ആയിരിക്കും സുധിയുടെ പേര് പറയുന്നത്. ചിലപ്പോൾ ആദ്യം സുധിയുടെ പേരായിരിക്കും പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ പേരായിരിക്കും പറയുന്നത്. ഇതേ കരച്ചില്, ഇതേ നാടകം. ഞാൻ അങ്ങനെ തന്നെ ഇതിനെ പറയത്തുള്ളൂ. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ വിഷമമുണ്ട്, വിഷമമില്ലെന്ന് നമ്മൾ ആരും പറയുന്നില്ല. ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, വിഷമമുണ്ട്. ആ വിഷമമുണ്ടെങ്കിലും അതിനിടയിൽ കൂടി ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയുന്നത് എന്താ, എനിക്കിവിടെ വരുമ്പോഴാണ് ഒരു ഊർജ്ജം കിട്ടുന്നത്. ഞാൻ ഇനി മുതൽ നല്ല ഗെയിം കളിക്കും, ഞാൻ നല്ല ഗെയിം കളിക്കാൻ ഞാൻ റെഡിയാണ്. രേണുസുതിക്ക് അറിയാം, കൺസെഷൻ റൂമിൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം. അത് മാത്രമേ അറിയത്തുള്ളൂ. ഈ ബിഗ് ബോസ് എന്ന ഗെയിം എന്താണെന്നോ അവിടെ എന്ത് കളിക്കണമെന്നോ ഒന്നും അറിയത്തില്ല. ഇപ്പോഴും ഇത് സംസാരിച്ചതിന് ശേഷം ലൈവ് കണ്ടവർക്കറിയാം അവിടെ എന്ത് ഗെയിമാണ് കളിച്ചത്, അവിടെ എന്തിലാണ് ഇടപെടുന്നത്. ഇപ്പോഴും ക്യാമറ തപ്പിക്കൊണ്ട് നടക്കുക രേണുസുതി എന്ത് ചെയ്യാന്നുള്ളത്. ചേട്ടൻ മക്കളുടെ കൂടെ തന്നെ ഇരുന്നോളൂ, അവരെ നോക്കിയിരുന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ട്. രേണു, എന്ത് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് അത് തന്നെ ചിന്തിക്കൂ. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കൂ. ശരി. പിന്നെ ഇത്രയും ദിവസം മാറി നിന്ന ഒരു വിഷമമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ചട്ടക്കൂടിനകത്താണ്. മറ്റേതെന്ന് വെച്ചാൽ പറന്ന് നടക്കുമായിരുന്നു, പറന്ന് പാറി നടക്കുമായിരുന്നു, റീൽസ് എടുക്കുക, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക. അങ്ങനെ വെളിയിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്ന സമയത്താണ് ഇതിനകത്ത് കൊണ്ടിട്ടത്. ഇതെന്തോ വലിയ സംഭവമാണ്, ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് കയറി വന്നപ്പോൾ ഇവിടെ വലിയ വലിയ സംഭവങ്ങളാണ് നടക്കുന്നത്. രേണുസുതിയൊക്കെ പ്രതീക്ഷിച്ചതിനൊക്കെ മേളിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് ഉറപ്പായിട്ടും മനസ്സിലാക്കിയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ രേണുസുതിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കിടന്ന് സുധി ചേട്ടനെ വിളിക്കുക, എല്ലാ ക്യാമറയിലും പോയി സുധിയുടെ കാര്യം പറയുക, അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം പറയുക. ഇതല്ലാതെ വേറെ ഒരു കണ്ടന്റും അവിടെ തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇമോഷൻസ് കൂടി വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിഷമം മനസ്സിലുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പിള്ളേരെ വിട്ടു നിൽക്കുന്ന ആ ഋതപ്പനെ, പ്രത്യേകിച്ച് ഋതപ്പനെ, കിച്ചു മാസങ്ങളായിട്ട് വിച്ചു അങ്ങോട്ട് പോകുന്ന പോലും ഇല്ല. പഠിക്കുന്നിടത്തും അവർ അമ്മയുടെ വീട്ടിലൊക്കെ ആയിട്ട്, സുധിയുടെ അമ്മയുടെ വീട്ടിലൊക്കെ ആയിട്ടാണ് കിച്ചു നിൽക്കുന്നത്. അപ്പൊ ഋതപ്പനെ കാണാത്തതിനുള്ള ഒരു വിഷമം ഉണ്ടാവും 100%. പക്ഷേ ഈ കാണിക്കുന്നത് ഋതപ്പന്റെ വിഷയത്തിൽ ഒറിജിനൽ തന്നെയാണ്. ഞാൻ പറയുന്നില്ല അത് നാടകമാണെന്ന് പറയുന്നില്ല. അപ്പൊ ആ ഋതപ്പനെ കാണാതിരിക്കാനുള്ള വിഷമം ഇനി എന്തെങ്കിലും കൂടിയിട്ട് എന്തെങ്കിലും അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ, എന്നാൽ ഡിപ്രഷനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുപോലെ മരുന്നൊക്കെ എടുത്ത് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സുധി ഉള്ളപ്പോൾ തന്നെ. അപ്പൊ ഇനി ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് അതിനുശേഷമൊക്കെ പറഞ്ഞിരുന്നു, ആ പ്രസവ സമയത്തൊക്കെ വന്നിരുന്ന പ്രശ്നങ്ങളാണെന്ന്. പക്ഷെ അഥവാ ഇനി അതൊന്നുമല്ല, ഇപ്പൊ രേണുസുതി പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പം ഡിപ്രഷൻ തന്നെ ആയിരിക്കാം, ഇങ്ങനൊരു രോഗം, മാനസികമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിനാണ് പണി വരാൻ പോകുന്നത്. ഇത്രയും ദിവസം എനിക്ക് വീട്ടിൽ പോകണം, അത് ഒന്നും ചെയ്യുന്നുമില്ല. അവിടെ കണ്ടന്റ് തരുന്ന ആളാണെങ്കിൽ എങ്ങനെയാലും പിടിച്ചൊക്കെ നിർത്താന്ന് വിചാരിക്കാം. ബിഗ് ബോസിന് തന്നെ ഒരു കണ്ടന്റും തരുന്നില്ല, ഒന്നുമില്ല. എല്ലാ ദിവസവും 5000 രൂപയാണ് ശമ്പളം. എല്ലാവരും ഒരുപാട് പേര് തളർന്നു കേട്ടോ 50,000 ആണ്. 50,000 ഒന്നുമല്ല, 5000 രൂപയ്ക്ക് അടുത്താണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. ഈ 5000 രൂപ ശമ്പളവും വാങ്ങിച്ച് ചാപ്പാടും കഴിച്ച് അവിടെ ക്യാമറയിൽ മുന്നിൽ പോലും വരാതെ, ഒരു പ്രശ്നത്തിലും ഇടപെടാതെ, ബിഗ് ബോസ് എന്ന ഗെയിം എന്താണെന്ന് അറിയാതെ നടക്കുന്ന രേണുസുതിയെ ബിഗ് ബോസ് തന്നെ ഇതിനെ വെളിയിലേക്ക് വിടുന്നതായിരിക്കും ഏറ്റവും ബിഗ് ബോസിന് നല്ലത്. ഞാനത് നേരത്തെ പറഞ്ഞതുപോലെ ഉപകാരം ചെയ്തവർക്കെല്ലാം നല്ലപോലെ ഉപദ്രവം ചെയ്തിട്ടുള്ള ആളാണ്. അത് നമ്മളെല്ലാം കണ്ടതുമാണ്. ഉപകാരം ചെയ്തവർക്കെല്ലാം 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബിഗ് ബോസിന് ഒരു പണി കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ നെഗറ്റീവും പോസിറ്റീവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നതൊക്കെ അങ്ങ് മാറും. ഈ പറഞ്ഞ ഞാൻ തന്നെ ചിലപ്പോൾ ബിഗ് ബോസിനെതിരെ നമ്മൾ തന്നെ പറയേണ്ടി വരും. ബിഗ് ബോസിന് എന്നാ അന്ന് ഇറക്കി വിട്ടുകൂടായിരുന്നോ? നമ്മളും പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും നമ്മൾ ഇറക്കി വിട്ടുകൂടെ ബിഗ് ബോസ് നമ്മൾ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രേണുസുതി തന്നെ വെളിയിൽ വന്നിട്ട് പറയും, ഞാൻ പോണം എന്ന് പറഞ്ഞതാ, എന്നെ വിടായിരുന്നത് ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് തന്നെ ഉണ്ടാക്കും. നിറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്ത് കണ്ടന്റും, നെഗറ്റീവോ ഓർ പോസിറ്റീവോ, അതൊന്നും രേണുസുതിക്ക് വിഷയമല്ല. ഇതെല്ലാം ബിഗ് ബോസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസ് ശരി എങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബിഗ് ബോസിന്റെ ഫസ്റ്റിലൊക്കെ കഴിഞ്ഞാൽ ധൈര്യമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നത്, വലിയ വലിയ കളിക്കാരൊക്കെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ജാസ്മീനൊക്കെ എന്ത് വിഷമിച്ചാണ് വന്നിരുന്നിട്ടുണ്ട് അതിനകത്ത്. എന്നാലും ജാസ്മീൻ സ്ട്രോങ് മത്സരാർത്ഥിയായിരുന്നു. ആ സമയത്ത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ കൂടി അവിടെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, അവിടെ ആക്റ്റീവ് ആയിരുന്നു, എല്ലാമായിരുന്നു. അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ധൈര്യമായിട്ടിരിക്കും, നിങ്ങൾ മുന്നോട്ട് പോകുന്നവർക്ക് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇതായിരുന്നു.
പക്ഷെ ഇപ്പം ധൈര്യമായിട്ട് പോകും, നിങ്ങൾ മുന്നോട്ട് കളിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. വേറൊന്നുമല്ല, ഇത് നടക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടു. ഇത് അതിനുശേഷം ലൈവ് കണ്ടവർക്കെല്ലാം മനസ്സിലാവും. നിങ്ങൾ എവിടെയെങ്കിലും രേണുസുതിയെ കണ്ടായിരുന്നോ? ഇതുവരെയായിട്ട് കണ്ടായിരുന്നോ? ഇപ്പൊ ഒരു വടംവലിയുടെ ഒരു പരിപാടി നടന്നു, അവിടെ എങ്ങാനും കണ്ടായിരുന്നോ? അപ്പം എങ്ങും കണ്ടില്ലല്ലോ. അപ്പം ഇതാണ് ഇനിയിപ്പോ അടുത്ത ദിവസം ഇവൻ നോമിനേഷൻ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ദിവസം നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് അറിയാമല്ലോ. ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ ദിവസവും നിങ്ങൾക്ക് ഓരോ കണ്ടന്റ് ഈ പേരിൽ, ഈ 3 പേരുടെ പേരിൽ എന്തായാലും നിങ്ങൾക്കുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് ഞങ്ങളിപ്പം അമ്മയ്ക്ക് മക്കളെ കാണണ്ടേ, മക്കളെ കാണാതിരിക്കാൻ വിഷമം വരും എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതിൽ വിഷമമുണ്ട്. ഈ രേണുസുതിക്ക് മാത്രമല്ല, അവിടെ ഗെയിം കളിക്കാൻ വന്ന എല്ലാവർക്കും അവരുടേതായ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവർക്കൊരു ഓർമ്മയുണ്ട്, ഞങ്ങൾ ഗെയിം കളിക്കാൻ വന്നതാണ് ഇവിടെ. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എന്തും കഴിക്കാൻ വേണ്ടി വന്നവരാണെന്ന് കരുതി തന്നെയാണ് അവർ ആ വീട്ടിനകത്ത് കയറിയിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഒക്കെ പറയുന്ന പോലെ ബിഗ് ബോസ് എന്ന് കേട്ടപ്പം ബാഗ് എടുത്തുകൊണ്ട് ചാടി കയറി വന്നു. അകത്ത് പോയപ്പോഴത്തേക്ക് കൂട്ടിനകത്ത് അടച്ച പോലെ ആയിപ്പോയി. അതുപോലെ എന്റെ കയ്യിൽ കണ്ടന്റും ഇല്ല. അപ്പൊ പിന്നെ ബോറടിക്കും, ടെൻഷനാവും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ, മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ അത് കൂടുതലും പ്രശ്നങ്ങളിലേക്ക് ആവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. എന്തായാലും ബിഗ് ബോസ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.